പുലിക്ക് 4 ഇതാണ് ഉണ്ടാവുക, വിരലുകൾ ഉണ്ടാവുക. നമ്മൾ ഒരുപാട് ആൾക്കാർ കിണ്ണക്കോരയിൽ വന്നിട്ടുണ്ടാവും. ഇപ്പൊ വെട്ടിയിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണല്ലോ ഊട്ടിയിലുള്ള കിണ്ണക്കര. ആ കിണ്ണക്കരയ്ക്ക് അട്ടപ്പാടിയിൽ നിന്ന് പോകാനുള്ള വെറും 2 കിലോമീറ്ററുള്ള വഴിയാണ് എൻ്റെ ഈ പിറകിലുള്ള ഒരു വഴി. ഈ വഴിയിലൂടെ പോകാനുള്ളത് ഭയങ്കര ടാസ്ക് പിടിച്ച ഒരു പരിപാടിയാണ്. വന്യമൃഗങ്ങൾ ഉള്ള ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഊട്ടിയിലുള്ള കിണ്ണക്കര. അവിടേക്ക് പോകാനുള്ള അട്ടപ്പാടിയിൽ നിന്നുള്ള വഴിയാണ് ഈ കാണുന്നത്. പക്ഷേ അതിലെ പോകുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. അതിലെ പോകാനുള്ള പെർമിഷൻ നമുക്കില്ല. പിന്നെ നിറയെ വന്യമൃഗങ്ങൾ ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് അത്. അപ്പോൾ നമ്മൾ എന്തായാലും കിണ്ണക്കര പോകുന്നുണ്ട്. പക്ഷേ അത് ഇതുവഴിയല്ല, നമ്മൾ ഇനി ഇങ്ങനെ തമിഴ്നാട് വഴി അങ്ങനെയാണ് കിണ്ണക്കരയ്ക്ക് പോകുന്നത്. അപ്പോൾ കിണ്ണക്കരയിൽ എത്തിയിട്ട് അവിടെയുള്ള അടിപൊളി സംഭവങ്ങൾ കാണിച്ചു തരാം. നമുക്ക് കുറച്ച് ദൂരം താഴ്വര ബസ് പോകാം കേട്ടോ. താഴ്വര ബസ് പോവാം. അപ്പോൾ അങ്ങനെ വെന്തവട്ടി വഴി കിണ്ണക്കരയ്ക്ക് പോകാൻ കഴിയാത്തത് കാരണം മുള്ളി വഴിയാണ് കേട്ടോ കിണ്ണക്കരയ്ക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. പോന്നോ ഫുള്ളടി കുറച്ച് പോയിക്കോ. ബന്ധവട്ടി വഴി പോകാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷേ വെറുതെ ഒരു ഓഫ് റോഡൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അവിടെ കയറിയത്. അപ്പോൾ അത് അവിടുന്ന് തിരിച്ച് ഞങ്ങൾ മുള്ളി വഴി പോകാനുള്ള ഒരുക്കത്തിലാണ്. നമ്മളെ വീഡിയോ എടുക്കണ്ട ചേച്ചി അല്ല ഇനി അതായത് നെല്ലാണ് സ്വർണം. ഗദ്ദ മീൻസ് വയല്. സ്വർണ്ണഗദ്ദ നെല്ല് വിളയുന്ന. അപ്പൊ ഇവിടെ അവിടെ അടിപൊളിന്നോടാ സത്യമായിട്ടോ. ഇപ്പൊ കല്ലിച്ചിക്കണ്. ഇങ്ങനെ വെച്ചാൽ പാലത്തുമെന്നാണ് അറിയുള്ളൂ. പക്ഷെ ഇങ്ങനെ രസമുണ്ട്. അല്ലെങ്കിൽ കൊണ്ടിട്ട് മുന്നിൽ പോകണം. ആ ഡ്രോൺ പോലെ എങ്ങനെ മുള്ളി വഴി പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്മാരകം കാണാം കേട്ടോ. 1990 ഇവിടെ ഒരു പ്രകൃതിക്ഷോഭം നടന്നപ്പോൾ അതിൽ മരണപ്പെട്ട ആളുകളുടെ പേരുകളൊക്കെയാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. ഗൈസ്, ഈ കാണുന്നത് കരടിന്റെ മടയാണ് കേട്ടോ. കരടി മട.
പോകുന്ന വഴിയിലൊക്കെ ഫോറസ്റ്റ് ഓഫീസറായ ഉണ്ണിയേട്ടൻ കാടിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളും കാടിന്റെ ഉള്ളിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു കേട്ടോ. രണ്ടുപേരും ഓടി, രണ്ടുപേരും ഒരാൾ ആന കൺഫ്യൂഷൻ ആയിട്ട് അവസാനം ഒരാളുടെ പുറകെ പോയി ആന. അപ്പൊ എനിക്ക് ഇവിടുന്ന് ഒരു 30 മീറ്റർ ആന തട്ടി 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 കൊണ്ടുപോയിട്ടുണ്ട്. ചവിട്ടിയിട്ടില്ല, തട്ടിയില്ല. ആന അങ്ങനെ പേടിച്ചിട്ടേ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ തട്ടെ. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കൂട്ടുകാരൻ തന്നെ ഒളിഞ്ഞിരിക്കാണ് നമ്മളെ ഒന്ന് പേടിപ്പിച്ചു. നമ്മളെന്ത് ചെയ്യും? ശരിക്കും വരച്ചു എന്ത് ചെയ്യും? ഒന്ന് ഒരു തെറിയൊക്കെ വിളിക്കൂലേ, ആ അവസ്ഥ. കിണ്ണകരക്ക് പോകുന്ന വഴി തന്നെ നമുക്ക് ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. നല്ല കോടയും ക്ലൗഡ് ബെഡും നല്ല തണുപ്പും ഭയങ്കര ഒരു രസമുള്ള യാത്രയായിരുന്നു ഇത്. കാട്ടുനെല്ലിക്ക, അങ്ങനെ ഇതാ ഞങ്ങൾ മഞ്ചൂരെത്തി. ഏകദേശം കിണ്ണക്കോരൊക്കെ എത്താറായി. മഞ്ചൂരിൽ നിന്ന് ഒരു സാധാ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ മഞ്ചൂരിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് രാത്രി കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും ചിക്കനും മറ്റു പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ മഞ്ചൂരിൽ നിന്ന് വീണ്ടും യാത്ര തുടങ്ങിയത്. മഞ്ചൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഫുള്ള് കോട മൂടിയ ഒരു അന്തരീക്ഷമായിരുന്നു. റോഡൊന്നും ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ദാ ഗൈസ് നമ്മൾ കിണ്ണക്കര എത്തി. എന്ത് ഭംഗിയാ നോക്കിയ കിണ്ണക്കരയ്ക്ക്. എവിടെ വെച്ചാലും നല്ല അടിപൊളി ഫ്രെയിമുകളാണ്. അങ്ങനെ ഞങ്ങൾ കിണ്ണക്കരയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മളിന്ന് താമസിക്കുന്ന റൂമിലേക്ക് പോകുന്നത്. അപ്പോളേ ഗൈസ്, നമ്മൾ ഒരുപാട് ആൾക്കാർ കിണ്ണക്കോരയിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ കിണ്ണക്കോരയിൽ സൂര്യൻ ഉദിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ഉണ്ട്. അത് നമ്മൾ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ. ആ വ്യൂ കാണുന്നത് ഇന്നല്ല, നാളെ പുലർച്ചെയാണ് നമ്മൾ ആ വ്യൂ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കിണ്ണക്കോരയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് നമ്മൾ ആ സൂര്യൻ ഉദിക്കുന്ന വ്യൂ കാണാൻ പോകുന്നത്. കുക്കിംഗ് ഇല്ലേ, കുറച്ച് പൊടി ഇട്ടൊക്കെ കളർ പിടിക്കാനാ. അതല്ല ഫുള്ള് കിട്ടും വേണോ? അപ്പൊ ഇനി മസാലയ്ക്ക് വേണ്ടേ? ഇത് കോഴി പൊരിച്ചല്ലേ പോത്തള, അത് കവർ ബാക്കിയുണ്ടോ? ഇല്ല, അത് കൂടെ മേടിക്കാൻ കിട്ടും തോന്നുന്നു. അത് ശരി, സോയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? സോയിലല്ലേ ഫുഡിന്റെ കാര്യത്തിൽ പിന്നെ സോയിലുണ്ടെങ്കിൽ നമുക്ക് പേടിക്കണ്ട. ഞാനോട് പറഞ്ഞേ, ഇതൊക്കെ ഏതായാലും ഉണ്ടാക്കി തരാം. അങ്ങനെ ഞങ്ങൾ വൈകിട്ടത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് വെറുതെ ഒന്ന് കിണ്ണക്കര കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. വൈകിട്ടൊരു 4 മണിക്ക് ശേഷമാണ് കേട്ടത്. 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ട്. സമയത്ത് കിണ്ണക്കരയിൽ കൂടി ഇങ്ങനെ അവിടെയുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്നിങ്ങനെ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. നമുക്ക് ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും നമ്മുടെ ജിംനി കുട്ടന് പോകാൻ പറ്റിയ നല്ല ഓഫ് റോഡ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ.
കാണുന്നേ ഇത് ഭവാനിപ്പുഴ, ഇത് എലച്ചോഴി ഊര്. നമ്മൾ ഈ അടിവാരത്താണ് അന്ന് അങ്ങ് വരെ പോവാന്നേ. കിണ്ണക്കരന്റെ വ്യൂ പോയിന്റിൽ നിന്ന് ഉണ്ണിയേട്ടൻ ഞങ്ങൾക്ക് താഴെ കിടക്കുന്ന അട്ടപ്പാടി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരായിരുന്നു കേട്ടോ. ഉണ്ണിയേട്ടന്റെ നാടായ അട്ടപ്പാടിയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരായിരുന്നു. അത് കാഞ്ഞിരപ്പുഴ, ശിരുവാനി കണ്ടോ? ശിരുവാനി ഇങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ കിണ്ണക്കോരയിലാണ് ഉള്ളത്. കിണ്ണക്കോരയിലെ വ്യൂ പോയിന്റിൽ നിന്നാണ് ഇതാ ഇപ്പോൾ കാഞ്ഞിരപ്പുഴയിലുള്ള വാക്കോടമലയാണ് ഇതാ ഈ കാണുന്നത്. മൊബൈലിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. കിണ്ണക്കോരയിൽ നിന്നുള്ള കേരളത്തിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. ഭയങ്കര രസമാണ്. നമ്മുടെ സിനാൻ്റെ ഡ്രോൺ ഷോട്ടുകളും സിനാൻ്റെ ജിംനി ഈ യാത്രയിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. ഈ മല ഇത് നമ്മൾ വെന്തവെട്ടി, അതാ അട്ടപ്പാടി. അല്ല, ഇത് അട്ടപ്പാടി. അതെ, അത് അട്ടപ്പാടി. അത് ഓക്കെ, അതന്നെ ഓക്കെ. അത് അട്ടപ്പാടിയിലെ ഊരുകളല്ല കാണുന്നത്. ഇത് എലച്ചോഴി ഊര്. എലച്ചോഴി ഊര്, അതെ ഓക്കെ. അല്ല, ആ കാണുന്നതാണ് കാഞ്ഞിരപ്പുഴ. ആ ഒരു ആനന്റെ പോലത്തെ ആകൃതിയിലുള്ളത് കാഞ്ഞിരപ്പുഴ. അവിടുന്ന് ഇങ്ങനെ പോന്നാൽ അട്ടപ്പാടി ഇങ്ങനെ പോകുന്നത്. ഇത് വെന്തമല, അതാ ഊര്. അത് പിന്നെ ഇത് ഭവാനിപ്പുഴ. നമ്മളിപ്പോ ഈ കാണുന്ന വ്യൂ കിണ്ണക്കോര ഭവാനിപ്പുഴ. അതെ, ഭവാനിപ്പുഴയാണ്. ഈ വ്യൂ നമ്മൾ കാണുന്നത് കിണ്ണക്കോരന്റെ ടോപ്പിൽ നിന്നിട്ടാണ്. പക്ഷെ ഗൈസ്, കിണ്ണക്കോരയ്ക്ക് ഇപ്പോ പ്രവേശനമില്ല. അത് ശരിയല്ലോ, ആ കൊറേ കാറ്റടിയാണ് എന്നോട് പറഞ്ഞത്. പറമ്പല്ലേ ഇപ്പോ സിനാങ്ക, ആ വൈറ്റ് ടാങ്ക് നമ്മുടെ പറമ്പ്. ആ വൈറ്റ് ടാങ്ക് ഉണ്ടോ? ലൈറ്റ് താഴെ ക്രഷർ. അത് വൈറ്റ് ടാങ്ക് നമ്മുടെ, അതിന് മേലെ നമ്മുടെ പറമ്പ്. ഒരു മിന്നി മിന്നി കത്തുന്ന വലിയ ലൈറ്റില്ലേ, അത് ക്രഷറാണ്. അതിന് മേലെ ടാങ്ക്. കാറ്റടി ഉണ്ട് ഇവിടെ കറങ്ങുന്ന കാറ്റടി. നമ്മുടെ ഓപ്പോസിറ്റ് മേലെ നമ്മുടെ വലിയ കാറ്റടി. നമ്മുടെ പറമ്പൊക്കെ ക്ലിയർ ആണ് അവിടെ. ഒരു പാലിട്ടാ മതി അങ്ങോട്ടേ. അല്ല, നിങ്ങള് ടാങ്ക് എവിടെ നിന്നിട്ടാ ടാങ്ക് കാണുന്നേ? അത് ലൈറ്റിന്റെ മുകളിൽ ലെഫ്റ്റ് സൈഡ് കാണുന്നത് കാറ്റാടി. പറമ്പിലാരാണ് നോക്കി സൂം ചെയ്ത് നോക്കി. ഞാൻ, സിനാന്, സുഹൈല്, ഷാജഹാൻ, പിന്നെ ഉണ്ണിയേട്ടൻ, ഞങ്ങൾ 5 പേരാണ് ഈ യാത്രയിലുണ്ടായിരുന്നത്. നമുക്ക് എത്ര സമയം ഇവിടെ നിന്നാലും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോരാൻ തോന്നില്ല കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കര അനിമൽസൊക്കെ ഉള്ളൊരു ഏരിയയാണ്. കടുവ അടക്കം ഈ കാട്ടിലുണ്ട്. ഞങ്ങളതിൻ്റെ സൗണ്ടും കേട്ടതാണ്. പിന്നെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ, ആന, പുലി, അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉള്ളൊരു കാടാണിത്. അടിപൊളി അമ്പലം സിനാന് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രോൺ ഷോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാത്രിയായി. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചു. ഇനി നാളെ പുലർച്ചെയാണ് ഞങ്ങൾ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടി വരുന്നത് കേട്ടോ ഇവിടേക്ക്. അപ്പോൾ ഗൈസ്, പുലർച്ചെ 5 മണി കഴിഞ്ഞു. ഞങ്ങളിതാ എല്ലാവരും കിണ്ണക്കരയിൽ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടി പോവാണ്. സൂര്യൻ ഉദിക്കാത്ത നാട് എന്ന് പറയപ്പെടുന്ന കിണ്ണക്കരയിൽ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ. വണ്ടി ടോർച്ച് പല പറഞ്ഞില്ലേ ഈ മലയിൽ തട്ടുമ്പോ ഒറ്റ മിനിറ്റ് നിർത്തോ. അപ്പുറത്ത് കണ്ട അവസ്ഥ എനിക്ക് അറിയില്ല. അങ്ങോട്ട് ഒലിച്ചിറങ്ങുന്നുണ്ട്. അല്ല, ഞാൻ എങ്ങോട്ട് പിടിച്ചില്ല അങ്ങോട്ട് ഇറങ്ങും. ഒരു 50 മീറ്ററോളം, 50 മീറ്റർ സെന്റിമീറ്ററോളം സേഫ് ആണ്. ട്രാക്കില് അരുവ് കൂടെ പോകുന്നത്
ഓക്കെ ആണ് ഇജ്ജ് പോട്ടോ. സേഫ് ആണ്. അല്ലടാ ഈ track ഞാൻ മുന്നിൽ കിടക്കണോളം അങ്ങോട്ട് വലിച്ചിറങ്ങണ. ഈ ട്രാക്ക് ഉണ്ടോ? ആ ട്രാക്കാണത് ഇജ്ജ് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ട്രാക്കാണത്. എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആ സൈഡ് സേഫ് ആണ്. പോട്ടെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ അങ്ങോട്ട് കയറ്റേ. ഫുൾ ആണ് കയറ്റേ. ട്രാക്കിലാണ് വണ്ടി. ട്രാക്കിലാണ് വണ്ടി. കുഴപ്പമില്ല. അവിടെ ഇറങ്ങണോ? ഇറങ്ങണ്ട. ആ വളവില് ട്രാക്കിലാണ്. ആ വള ഇങ്ങോട്ട് ചാരണേ. ഇനി ചാരണം. അല്ലെ അവിടെ എഡ്ജാണ്. ആ എന്നിട്ട് പറഞ്ഞേ. ഇപ്പൊ വീല് സ്ട്രൈറ്റാ. കൺട്രോളല്ല. കയ്യിലല്ല വണ്ടി നിൽക്കും. സൈഡ് ചാരട്ടോ. അങ്ങോട്ട് തന്നെ ഓടിച്ചേ. അങ്ങോട്ട് ഓടിച്ചേ. പോട്ടെ പോട്ടെ. അങ്ങോട്ട് തന്നെ ഓടിച്ചു പോട്ടെ. പോട്ടെ. ഇനി ഓക്കെ. ഇനി വെള്ളം ഓടിച്ചു. ഓക്കെ എന്നാ കയറിക്കോളൂ. ഓക്കെ. വരത്തിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് അങ്ങനെയല്ലേ വണ്ടി. വണ്ടി കാണാൻ ആകാശം കാണാൻ ചെല്ലില്ല. ആകാശം വരും മതി. അഞ്ഞു വേണ്ട അങ്ങോട്ട് ഇങ്ങോട്ട് വെക്കാം. എന്ത് രസാ നോക്കി. സൂര്യൻ ഇപ്പോൾ ഉദിച്ചിട്ടില്ല, ചെറിയ ലൈറ്റ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. കിണ്ണക്കരൻ്റെ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്, അധികം ആരും കാണാത്ത ഒരു സംഗതിയാണിത്. അപ്പോഴേ നിങ്ങളേ കിണ്ണക്കര കണ്ടുക്കണോ? കിണ്ണക്കരയിൽ സൂര്യൻ ഉദിക്കില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ സൂര്യൻ ഉദിച്ച കിണ്ണക്കര കണ്ടുക്കണോ നിങ്ങൾ? ആ കാണുന്നതാണ് ഈ കിണ്ണക്കര. ഗൈസ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയും അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ. പക്ഷെ അതിങ്ങനെ നമ്മൾ ഈ മൊബൈലിലും യൂട്യൂബിലും കാണുന്നേക്കായി ഭംഗിയാണ് ഇവിടെ വന്ന് കാണാൻ. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഇങ്ങോട്ട് കിണ്ണക്കരയ്ക്ക് പെർമിഷൻ ഇല്ല വരാൻ. നമ്മുടെ വണ്ടിയായിട്ടൊന്നും ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ബസ്സിലൊക്കെ വന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഒച്ചയൊക്കെയുണ്ട്. ആണ്ടുണ്ട്. ഗൈസ് നോക്കൂ, മേഘങ്ങളൊക്കെ നമ്മുടെ താഴെ ഉണ്ട് കിടക്കുന്നത്. വെള്ളപ്പഞ്ഞക്കെട്ട് പോലെ കിടക്കുന്നത്. ആരാണ്? നിന്റെ അപ്പളേ ഗൈസ്, കിണ്ണക്കര കണ്ടിക്കണോ നിങ്ങള്? കിണ്ണക്കര കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. പക്ഷേ കിണ്ണക്കരയിൽ സൂര്യൻ ഉദിക്കണ കണ്ടിക്കണോ? അത് വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആ കാണുന്നതാണ് ഇത്. കിണ്ണക്കരയിൽ സൂര്യൻ ഉദിച്ചതും അവിടുത്തെ ക്ലൗഡ് ബെഡും അങ്ങനത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കേരളത്തിൻ്റെ ഭാഗമായ കിണ്ണക്കരയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് ഇവിടെ. ഞങ്ങൾ പുലർച്ചെ 5:30 ഇവിടെ എത്തിയിട്ടുണ്ട്. 5:30 എത്തിയിട്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ സൂര്യനെ കുതിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കിട്ടോ. എന്നിട്ട് വേറെ ഓഫ് റോഡ് വഴികളിലൂടെയൊക്കെ പോകാൻ നോക്കി. പക്ഷേ ഉണ്ണിയേട്ടൻ പറഞ്ഞു ഇവിടെ ഒന്നും സേഫ് അല്ല എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ തിരിച്ച് ഇറങ്ങാൻ തീരുമാനിച്ചു. ഗൈസ്, കിണ്ണക്കര ഓഫ് റോഡിൽ വഴി ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ പോണേ. വഴി ഉണ്ടാക്കിയിട്ട് പോകേണ്ട അവസ്ഥകളൊക്കെയാണ്. ഞങ്ങളിവിടെ ഒരു കടുവൻ്റെ സൗണ്ടൊക്കെ കേട്ടു കേട്ടോ. ഭയങ്കര ഗർജനം സൗണ്ടൊക്കെ കേട്ടു.
കാണാൻ നല്ല രസമാണ്. ഇവര് പുതിയ ആൾക്കാരാണ്. അവിടുന്ന് വണ്ടി പോയിട്ടില്ല. കിണ്ണക്കരയിൽ മറ്റേ സൂര്യൻ വല്ലവെല്ലാം പറഞ്ഞില്ലേ, അതവിടെ എടുത്തില്ലേ? ഇപ്പൊ കിണ്ണക്കര ഇതാന്ന് പറഞ്ഞ് കാണിക്കും അല്ലേ? കോടയില്ലാന്ന് പറയുന്നത് കിണ്ണക്കര കാണിക്കും. ഞാൻ നെഗറ്റീവും പറയണം. കാണാത്ത കളികളൊക്കെ കാണിക്കുന്നു. കേരളത്തിലെ പോലെ മൂന്നാറൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ കേരളത്തെ കാലിച്ച് വല്ല കൂടെ ആ ബ്രേക്ക് ചവിട്ടി നിർത്തായിരുന്നാ മതി. പോട്ടെ 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 ബ്രേക്ക് ചവിട്ടി നിർത്തുക കേട്ടോ. പോട്ടെ 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 ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് സ്ട്രൈറ്റ് ആയിക്കോ. എന്തിൻ്റെയൊക്കെയോ കാൽപ്പാടുകളാണ് കേട്ടോ. പുലിയാണ് പുലിയാണ്. ഇതെന്തിന്റെ കാൽപ്പാടാണ് സോയിലെ? ഇത് പുലിന്റെ കാൽപ്പാടാണെന്നാണ് നമ്മളെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. കാരണം പുലിക്ക് 4 ഇതാണ് ഉണ്ടാവുക, വിരലുകൾ ഉണ്ടാവുക. പിന്നെ നായി പട്ടി അങ്ങനെയൊക്കെയുള്ള ജീവികൾക്ക് 5 ഉണ്ടാവും എന്നാണ് നമ്മളെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. നമ്മള് പോയതിന് ശേഷമാണ് ഇപ്പൊ ഈ സാധനം ഇതിൽ പാസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിന് മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞത്. നമ്മൾ പോയതിന് ശേഷമാണ് പോയിക്കണത് കേട്ടോ. നമ്മളെ ട്രാക്കിന്റെ മുകളിലാണ് ഷോട്ടിക്കണം കേട്ടോ. ഇതിലൂടെയാണ് പാസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നമ്മൾ നോക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നോക്കിയൊക്കെ കാണുന്നുണ്ടാവും. ഇതാ ഈ കാട്, ഇതെല്ലാം വനങ്ങളാണ്, ഫോറസ്റ്റാണ്, കാടാണ്. അല്ല പക്ഷെ അപ്പച്ചു വണ്ടിയില്ലല്ലോ. അപ്പച്ചു വണ്ടിയിലില്ല. പോന്ന അതിൽ തന്നെ പോയാൽ പോന്നോ? അഞ്ഞൂറ് മൃഗശാല കൊടുക്കുന്നത് എത്ര? 8 കിലോ ആണ്. ഇപ്പൊ നമ്മളെ കണ്ട പകമാർക്ക് എന്തിന്റെ ഉണ്ണിയേട്ടാ? പുലിയാണേ. പുലിയാണല്ലേ? അപ്പോൾ ഗൈസ് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരാനുള്ള പരിപാടിയിലാണ്. പക്ഷെ തിരിച്ചു പോരുന്ന വഴിയിലും ഒരു രക്ഷയില്ലാത്ത വ്യൂകളാണ് കേട്ടോ. നമുക്ക് ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ഓരോ അടിപൊളി വ്യൂകളാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് ഈ കിണ്ണക്കര. എക്സ്പ്ലോർ ചെയ്യാൻ ഇത് കേറി ഇവിടെ മൂടാൻ പോവാണ്. ഇന്നലെ ഉണ്ടായ അവസ്ഥ തന്നെ. ഇതിന് വേറെ പുറത്തൊക്കെ കൊണ്ടാണ് കണ്ടിരുന്നു. അങ്ങോട്ട് ഓനോന്റെ പണി വല്ല പോട്ടെ. അത് എങ്ങോട്ട് തിരിയാന്നൊന്നും പറയാൻ പറ്റില്ല. കുഴപ്പമൊന്നുമില്ല. വണ്ടിമക്കണി വണ്ടി സ്മെല്ലടിക്കണോ? ഓൻ്റെ സൈസ് ഉണ്ട്. അങ്ങനെ കയറ്റിട്ടോ സൈഡിൽ ഫോട്ടോ എടുക്കാനായിട്ട്. സൈഡല്ലേ 5 സൈഡ് ഗ്ലാസ് ആയിട്ടുണ്ട്.
ഈ റീൽ വെച്ചോ അത് വെച്ചോ ഇങ്ങോട്ടാ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞോ ഇപ്പം അവിടെ നിർത്തിക്കോ ഓൻ വന്ന് ഉമ്മ വെച്ചാലും ഒരു കുഴപ്പമില്ല വണ്ടി തുടങ്ങല്ലേ ഇതിനോട് കുഴപ്പമില്ല. ഇതാണ് വഴി കാട്ടുപോത്തോള് മെയിന് കണ്ടോ സാധനങ്ങൾ ഇതിലൊക്കെ ഒച്ച ഉണ്ടാക്കല്ലേ ഒച്ച ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമല്ല. അവിടെ അപ്പുറത്തുണ്ട് മക്കളെ. എന്താ വ്യൂ? ഞാൻ ബ്ലോഗറാണ്. ഞാൻ നിർത്തിക്കൊണ്ടല്ലേ. അതിലാണ്ട് മേലത്ത് കിട്ടുന്നുണ്ട്. കൊറേ ഉണ്ട് ഇവിടെ ഉണ്ട് വെറൈറ്റി സാധനല്ലേ വെറൈറ്റി സാധനം നല്ല ഇതോ അവരെ ടെറിട്ടറി തോന്നുന്നു. അപ്പോൾ ഗൈസ് തിരിച്ചിറങ്ങുമ്പോഴും കാഴ്ചകൾക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. കാട്ടുപോത്തും മറ്റു വന്യമൃഗങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി യാത്ര തന്നെയായിരുന്നു ഇത്. ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പം ഇനി ഞങ്ങളെല്ലാവരും അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. യാത്രകൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും.